അതെന്ന് പറഞ്ഞുതരാം. മൂപ്പര് പറഞ്ഞത് ഇതാണ്. സൂറത്ത് നൂഹില് അള്ളാഹു തആല നൂഹ് നബി അലൈഹി സ്വലാമിനോട് പറയാണ്. നൂഹ് നബി അന്ന് അദ്ദേഹത്തിന്റെ പ്രബോധിതരോട് പറഞ്ഞതാണ്, ഇസ്തഗ്ഫിറു റബ്ബക്കും, നിങ്ങൾ റബ്ബിനോട് പൊറുക്കലിനെ തേടിക്കൊള്ളി. ഇന്നഹു കാന ഗഫാറ, അള്ളാഹു തആല ഏറെ പൊറുത്ത് തരുന്നവനാണ്. യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ, മഴ തരും, നല്ല സമൃദ്ധമായ മഴ അള്ളാഹു തരും. വയുംദിദുക്കും ബി അംവാലിൻ വബനീന, സമ്പത്ത് കൊണ്ടും സന്താനങ്ങൾ കൊണ്ടും അള്ളാഹു തആല സഹായിക്കും പൊറുക്കലിനെ തേടിയാൽ. വയജഅൽ ലക്കും ജന്നാത്തി, നിങ്ങൾക്ക് അള്ളാഹു തആല തോട്ടങ്ങൾ തരും. വയജഅൽ ലക്കും അൻഹാറ, പുഴകളും അരുവികളും തരും. എല്ലാ സമൃദ്ധിയും ഉണ്ടാവും. അതെന്ത് ഇസ്തിഗ്ഫാർ അറിയോ? നമ്മൾ ചെയ്ത തെറ്റ് കാരണമായിട്ട് സമൃദ്ധികളൊക്കെ അള്ളാഹു തആല തടഞ്ഞു വെച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ എന്ത് മുസീബത്ത് ഇവിടെ വരുന്നുണ്ടെങ്കിലും നിങ്ങൾ ചെയ്ത നിങ്ങളുടെ കയ്യിരിപ്പ് കാരണമാണ് എന്നുള്ള ആയത്തുണ്ട്. കയ്യിരിപ്പാണ് കാരണം. അപ്പൊ നമ്മൾ കയ്യിരിപ്പൊക്കെ നമ്മൾ പൊറുക്കലിന് തേടി ക്ലിയർ ആക്കിയാൽ പിന്നെ ദുരന്തങ്ങളും ശിക്ഷകളും ആ കോലത്തിൽ വരൂല. മഴക്കമ്മി, വിഭവക്കമ്മി, ആ രൂപത്തിലൊന്നും ശിക്ഷ അങ്ങനെയും ഇസ്തിഗ്ഫാറിന് ഏതുണ്ട്, ഫലമുണ്ട്. അവിടെ 100 അസ്തഗ്ഫിറുല്ലാഹ് സുബഹിസ്കരിച്ച് പറഞ്ഞോളി. മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാവും, സമ്പത്തില്ലാത്തവർക്ക് സമ്പത്തുണ്ടാവും. ഞാൻ പറയില്ല, അതിന്റെ തഫ്സീൽ പറയുന്നുണ്ട്. ആ ആയത്തിന്റെ തഫ്സീലിൽ ഒരു കാര്യം ഇബ്നു കസീർ തങ്ങൾ ഉദ്ധരിച്ചത്, ഉമർ ഫാറൂഖ് റളിയല്ലാഹുവിന്റെ കാലത്ത് മഴ കിട്ടാതായി. മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്യാൻ എല്ലാവരോടും വരാൻ പറഞ്ഞു. എല്ലാവരും വന്നപ്പോൾ ഉമർ ഫാറൂഖ് റളിയല്ലാഹു എല്ലാവരും കൊണ്ടും ഇസ്തിഗ്ഫാർ ചെല്ലിച്ചു. ഞങ്ങൾക്ക് പോയിക്കോളിയാണ്. മയനെ ചോദിച്ചോ? മയനെ ചോദിച്ചില്ല. വരാൻ പറഞ്ഞ എന്തിനാണ്? മയനെ തേടാൻ വേണ്ടിയാണ്. അതൊക്കെ ഓരോന്ന് പഠിപ്പിക്കുകയാണേ. അപ്പോൾ ആളുകൾ ചോദിച്ചു, നമ്മളിപ്പോൾ വന്നെന്തിനാ? മയനെ തേടാൻ. ഇപ്പൊ പറഞ്ഞെന്തേ പഠിച്ചോനെ പുറത്തു കൊണ്ടാണ്. അപ്പൊ ഉമർ ഫാറൂഖ് റളിയല്ലാഹു ആ മയന്റെ കവാടത്തിൽ മുട്ടിന്ന് പറഞ്ഞു. അയ്യ മുട്ടിക്കണ് പറഞ്ഞു. ഇങ്ങോട്ട് ഈ ആയത്ത് ഓതി കൊടുത്തു, ഇസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ യുർസിലിസ് സമാഅ അലൈക്കും. അവിടെ വേറെ സംഭവം പറയണത് ഇതാണ്. ഹസനുൽ ബസരി തങ്ങളുടെ അടുത്ത് വന്നിട്ട് ഒരാള് ദാരിദ്ര്യത്തെ കുറിച്ച് പറഞ്ഞു, പൊറുക്കലിനെ തേടാൻ പറഞ്ഞു. ഒരാൾ മക്കളില്ല എന്ന് പറഞ്ഞു, പൊറുക്കലിനെ തേടാൻ പറഞ്ഞു. ഒരാൾ കടത്തിന്റെ കാര്യം പറഞ്ഞു, പൊറുക്കലിനെ തേടാൻ പറഞ്ഞു. അപ്പോൾ ആളുകൾ ചോദിച്ചു, എല്ലാത്തിനും എന്താ അവിടെ ഒരേ ഒറ്റമൂല്യം ഉള്ളൂ എന്ന്. അപ്പൊ അദ്ദേഹം ഈ ആയത്ത് ഓതി കൊടുത്തു, പൊറുക്കലിനെ തേടിയാൽ മഴ ഉണ്ടാവും, മക്കളുണ്ടാവും, തോട്ടം ഉണ്ടാവും, അരുവിണ്ടാവും. അതുകൊണ്ട് പൊറുക്കലിനെ തേടണം. നമ്മൾ ആയിരക്കണക്കിന് തെറ്റുകൾ ചെയ്യുന്ന ആളുകളാണ്.